പറ്റിയില്ലെങ്കിൽ നീ പരീക്ഷയ്ക്ക് പൊട്ടുപെടാം. പൊട്ടിയാലോ ബാക്കിയൊന്നും പറയാൻ വേണ്ട എന്ന് പറയുന്നവരോട് ഹായ് മക്കളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ട കാര്യമായിരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്കെല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഓർമ്മക്കുറവ് എന്നുള്ള അവസ്ഥ നമ്മളെ പലതിനും പിന്നോട്ട് നയിക്കുന്നു. എല്ലാം മധുരകരമായി ഓർക്കാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ശരിക്കും ബൈഹാർട്ട് പഠിക്കുക എന്ന സമ്പ്രദായത്തിനോട് ഒരിക്കലും ബ്രെയിൻ യോജിക്കുന്നില്ല. അതേസമയം ചിത്രങ്ങളുമായിട്ട് സംസാരിക്കാൻ ബ്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അതായത് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക, ചിത്രങ്ങളുടെ സഹായത്തോടെ പഠിക്കുക. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലോ ചാർട്ടുകൾ, അതേപോലെ തന്നെ പദസൂര്യൻ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് ഞാനൊരു കഥ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒരു ചെറിയ കുട്ടി ഒരു വലിയ മല കയറി പോവുകയാണ്. കയറി 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 മലയുടെ മുകളിലെത്തുന്നു. അതിനുശേഷം ആ കുട്ടി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. കഥ കഴിഞ്ഞു. എന്താ കഥ പെട്ടെന്ന് അവസാനിച്ചതല്ലേ? ശരിക്കും ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ കുട്ടിയെ മനസ്സിൽ കാണുന്നുണ്ട്, ആ മല കാണുന്നുണ്ട്, അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഇമാജിനേഷൻ. അതാണ് ശരിക്കും ഇമാജിനേഷന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, എന്ത്, നമ്മുടെ നോളേജിനെക്കാട്ടിലും പവർഫുൾ ആണ് ആര്, ഇമാജിനേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടിയിട്ട് ചില ചലിക്കുന്ന രംഗങ്ങൾ കൊണ്ടുവരിക. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കുറേ സിനിമാ കഥാപാത്രങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, അതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം, ഏതൊരു സാധനം നമ്മൾ പഠിക്കുമ്പോഴും അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് കാണുന്ന ഏതൊരു വസ്തുവിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ആറ്റത്തിന്റെ ഉള്ളിൽ 3 കണങ്ങളുണ്ട് അല്ലെ? ഈ 3 കണങ്ങളെ ഓർക്കാൻ വേണ്ടിയിട്ട് പെൻ എന്ന കോഡ് നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ് ആറ്റത്തിന്റെ കണവും പെന്നും തമ്മിലുള്ള ഒരു ബന്ധം? P for പ്രോട്ടോൺ, E for ഇലക്ട്രോൺ ആൻഡ് N for ന്യൂട്രോൺ. അപ്പോൾ ആറ്റത്തിന്റെ കണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ഓടി വരണം? പെൻ എന്ന് ഓടി വരണം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഓർമ്മക്കുറവ് എന്നുള്ള അവസ്ഥ വരില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത്, പഠിക്കുന്ന ഏതൊരു കാര്യത്തിനെയും ചിത്രസഹിതം എന്ത് ചെയ്യുക, കറക്റ്റ് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി പഠിക്കുക. രണ്ടാമതായിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ സോഷ്യലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് ഓരോ സിനിമയിലെ കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് ഏതൊരു ചെറിയ ടെക്നിക്കൽ ടേംസ് പഠിക്കുമ്പോഴും നമ്മൾ അതിനെന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമുക്ക് പരിചയമുള്ള ആളുകളുമായിട്ടോ വസ്തുക്കളുമായിട്ടോ കണക്ട് ചെയ്ത് പഠിക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ നീ പരീക്ഷയ്ക്ക് പൊട്ടുപെടാം. പൊട്ടിയാലോ ബാക്കിയൊന്നും പറയാൻ വേണ്ട എന്ന് പറയുന്നവരോട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി മറുപടി പറയണം. വീണ്ടും കാണാം. ഗുഡ് ബൈ.